എടാ ഡേവിഡേ, ഈ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിനപ്പ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയർഡ്. നമുക്ക് ഇതുപോലെ ഒന്ന് തുടങ്ങിയാലോ? അപ്പൊ ബഡ്ജറ്റൊന്നും സീനൊന്നുമില്ല, അതൊക്കെ നമുക്കെല്ലാം സെറ്റാക്കാം, എല്ലാം വൈബാവും. എടാ ഡേവിഡേ, നമുക്ക് ചെന്നൈയിലോട്ട് പോകണം. അതെന്തിനാ? എടാ ചെന്നൈയിലോട്ട് പോയാലല്ലേ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണം. ആ ശരിയാണല്ലോ. എടാ ഡേവിഡേ, ഏത് എടാ ഡേവിഡേ, നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമില്ലേ സെറ്റാവും. ശരിക്കും പറഞ്ഞാൽ ആ ഫിലിം കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡായി. നിന്നെയാണ് ഞാൻ ലീഡ് റോൾ ആക്കാൻ പോണം. നീ പാൻ ഇന്ത്യൻ വേൾഡ് സ്റ്റാർ ആവാൻ പോണേണ്. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഓസ്കാർ വരെയും കിട്ടും. ഓസ്കാർ പോട്ടെ, പുതിയ ഒരു അവാർഡ് വരെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരും അവർ. നീ മാസം നീ മെയിൻ ലീഡായിട്ട് മോനെ പൊളിക്കും. കഥ എന്താ? കഥ സിമ്പിളാണ്. ഒരു ലോ ക്ലാസ് പടം, അതിലൊരു മെയിൻ ലീഡൊക്കെ ലോ ക്ലാസ് ഒക്കെ തന്നെയാണ്. അങ്ങനെ ആയിട്ടുള്ള ഒരു കഥയാണ്. എടാ ഡേവിഡ്, ഞാനില്ലേ ആ ഫിലിം കണ്ടപ്പോൾ ശരിക്കും നല്ല ഇൻസ്പയർഡായി. എനിക്കില്ലേ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മളിനി ഷൂട്ട് ചെയ്യാൻ പോകുന്ന സംഭവമില്ലേ അത് സൂപ്പർ ഡൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആവും. നമ്മളെപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്? നമ്മൾ നാളെ തന്നെ ഷൂട്ട് ചെയ്യും. പിന്നെ നാളെ തന്നെ തുടങ്ങണം. ഞാൻ ശരിക്കും ഇൻസ്പയർഡായി, പെട്ടെന്ന് തുടങ്ങണം. ആരെയും വിളിക്കണ? ഹലോ. എടാ ഷൂട്ട് തുടങ്ങണ്ടേ? ഷൂട്ടോ? എന്ത് ഷൂട്ട്? നീ പറഞ്ഞ വൈബ് പിന്നെ വേൾഡ് എല്ലാം. മറ്റേ ഷൂട്ട് അത് നമുക്ക് ക്യാൻസൽ ആക്കാം. അപ്പോൾ ഇൻസ്പിറേഷനൊക്കെ അതൊക്കെ പോയി. ഒരു മൂഡ് കിട്ടണില്ല ചെയ്യാൻ. എടാ ഞാനിപ്പോൾ ഇല്ലേ ബിഗ് ബോസ് കണ്ടിട്ട് ഇൻസ്പയർഡായി. നമുക്ക് ബിഗ് ബോസിൽ പോയാലോ? ഫോൺ ജസ്റ്റ് കിഡിങ്.